Welcome back, you all. Today we are discussing about the pressure transducer. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഷർ ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ചാണ്. ഒരുപാട് ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്ന് പ്രഷർ ട്രാൻസ്ഡ്യൂസറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസറാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് നമ്മൾ വെഹിക്കിളിൻ്റെ ടയറിൻ്റെ പ്രഷർ എയർ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആ ഒരു മെഷീൻ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എന്ത് ചെയ്യുക, ഡിജിറ്റലി നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനലോഗ് സിഗ്നൽ വഴി നമുക്ക് എത്ര പ്രഷർ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ പ്രഷർ സെൻസർ വെച്ചിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുള്ളതാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ സാധനം. ഇതുപോലെ ഓരോ മോണിറ്ററിങ് ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രഷറിങ് സെൻസറസ് ആയിട്ട് ഇതുപോലെ ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. നമ്മുടെ വെഹിക്കിളിൻ്റെ ടയറിലൊക്കെ നോക്കുന്ന സാധനങ്ങൾ, അതൊക്കെ പ്രഷർ ട്രാൻസ്ഡ്യൂസർ പ്രഷർ സെൻസർ വെച്ചിട്ട് പിന്നെ അനലോഗിൽ എന്ത് ചെയ്യുക, അനലോഗിൽ അല്ലെങ്കിൽ ഡിജിറ്റലിലേക്ക് എന്ത് ചെയ്യാണ്, അതിൻ്റെ എത്ര എയർ ഉണ്ടെന്നൊക്കെ കാണിക്കണം. അപ്പോൾ ടയറിൻ്റെ ഉള്ളിൽ എത്ര പ്രഷർ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യുക. എയർ ചെക്ക് ചെയ്യാന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുള്ളത്. എന്നാൽ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഫോഴ്സ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പ്രഷർ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ എത്രത്തോളം ഫോഴ്സ് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് പ്രഷർ നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഇപ്പോൾ ടയറാണെങ്കിൽ ടയറിൻ്റെ യൂണിറ്റ് ഒരു ഉള്ളിലെ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ എത്ര ഫോഴ്സ് വരുന്നു എന്നുള്ളതിനെ വെച്ചിട്ടുള്ളതാണ് ആ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രഷർ എന്നുള്ളത് പറയുന്നത്. അപ്പം പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്സ് ആൻ അപ്ലൈഡ് പ്രഷർ ഇൻ ടു എ മെഷറബിൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയാണോ എന്നുള്ളതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഉപയോഗം എന്നുള്ളത്. ഈ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഒരുപാട് ഭാഗത്ത് കണ്ടിട്ട് നമ്മുടെ ടാങ്കർ ലോറികൾ പോകുമ്പോൾ അതിൻ്റെ മുകളിലുണ്ടാവും ചെറിയ ഇതുപോലുള്ള മീറ്ററുകൾ, നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയ മീറ്ററുകളുണ്ടാവും. അതിലെന്ത് ചെയ്യുന്നുണ്ടാവും, കാണിക്കുന്നുണ്ടാവും എത്ര പ്രഷർ ഉണ്ട്. ആ ഒരു ടാങ്കർ ലോറിയിൽ ഇപ്പോൾ ഗ്യാസ് കൊണ്ടുപോകണത് അല്ലെങ്കിൽ പെട്രോളിയംസ് ഒക്കെ കൊണ്ടുപോകണ ലാങ്കറിൽ കാണിക്കുന്നുണ്ടാവും അതിൻ്റെ പ്രഷർ എത്രയാണെന്നുള്ളത്. അതിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, അത് ഇന്ന ഏരിയയിൽ എത്ര പ്രഷർ ചെലുത്തുന്നുണ്ടെന്നുള്ളതാണ് അതിൽ കാണിക്കുക. അപ്പോൾ എത്ര പ്രഷർ ഉണ്ട് എന്നൊക്കെ എന്തുണ്ടാവും ആ ഒരു മീറ്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പല ഫിലിമുകളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ടാങ്കർ ലോറിയിൽ പ്രഷർ കൂടുന്നതനുസരിച്ച് അപകട സാധ്യത കൂടുന്നത്, പ്രഷർ കുറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു, ഹീറ്റിനെ കുറക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ പ്രഷറിനെ അളക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇറ്റ് ഈസ് ആൾസോ കാൾഡ് പ്രഷർ ട്രാൻസ്മിറ്റർ. പ്രഷർ ട്രാൻസ്മിറ്റർ ഒന്നും എന്ത് ചെയ്യാണ്ട് പറയാറുണ്ട്, ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ ദാറ്റ് കൺവേർട്സ് പ്രഷർ ഇൻ ടു ആൻ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസ്. പ്രഷറിനെ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്ക് എന്ത് ചെയ്യാണ്, മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ യൂസേജ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി കൺട്രോൾ ആൻഡ് മോണിറ്ററിങ് ആപ്ലിക്കേഷൻസ്. ഒരുപാട് മോണിറ്ററിങ് ആപ്ലിക്കേഷൻ്റെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലോ, എയർ, സ്പീഡ്, ലെവൽ, പമ്പ് സിസ്റ്റംസ് ഓർ ആൾട്ടിറ്റ്യൂഡ്, അങ്ങനെ ഒരുപാട് സിസ്റ്റത്തിൽ എന്ത് ചെയ്യേണ്ടത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കാറ്റിൻ്റെ അതുപോലെ അതിൻ്റെ സ്പീഡ്, ലെവല്, പമ്പ് സിസ്റ്റംസ്. നമ്മളെ പമ്പിലൊക്കെ നമ്മൾ പെട്രോളിയം യൂസ് ചെയ്യുന്ന ക്യാനിലൊക്കെ അതിൻ്റെ അളവുകൾ എന്താവും കാണിച്ചിട്ടുണ്ടാവും പല സ്ഥലത്തായിട്ട്. ഒരു ആൾട്ടിറ്റ്യൂഡ് വളരെ എക്സാമ്പിൾ, നമുക്കൊരു ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ പ്രഷറിൽ മാറ്റം വരുന്നുള്ളത്. നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു മലമുകളിലേക്ക് ഇങ്ങനെ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രഷറിലൊക്കെ വേരിയേഷൻസ് വരാം. അതൊക്കെ എന്ത് ചെയ്യും, പ്രഷറിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാമെന്നൊക്കെ. ആൻഡ് പ്രഷർ are extracted by gases, vapors and liquids. അപ്പോൾ മെയിനായിട്ട് ഗ്യാസ്, വേപ്പേഴ്സ്, ലിക്വിഡ്സിൻ്റെ ഒക്കെ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുക, ഈ പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഗ്യാസ് ടാങ്കറുകൾ അതുപോലെ പെട്രോളിയം ടാങ്കറുകളൊക്കെ അതിലൊക്കെ ഉണ്ടാവും, ഇതിന് ഇൻസ്ട്രുമെൻറ്റേഷനൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഗ്യാസാണ് നമ്മുടെ എയർ ആണല്ലോ നമ്മളെ ടയറിലൊക്കെ ഉള്ളത്, ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് generally we use record pressure as the difference between two pressures. ഈ പ്രഷറിൻ്റെ റെക്കോർഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പ്രഷറിൻ്റെ ഒരു മെഷർമെൻറ്റ് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്. ശരിക്കും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് പ്രഷറിൻ്റെ ഡിഫറൻസിനെയാണ് ശരിക്കും എന്ത് ചെയ്യണത്, ഇത് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടയറിലെ പ്രഷർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ, ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ശരിക്കും അത് കാണിക്കുന്നത് ടയറിൻ്റെ ഉള്ളിലുള്ള പ്രഷറും അതുപോലെ പുറത്തുള്ള പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ്, അത് വിത്ത് റെസ്പെക്റ്റ് ടു ആണ്. എന്തിൻ്റെ ബേസിലാണ് ഈ മെഷർമെൻറ്റ് കാണിക്കുന്നത് വെച്ചാൽ വിത്ത് റെസ്പെക്ട്. ഇപ്പം അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഉണ്ടാവും പുറത്ത്, നമ്മൾ ടയറിൻ്റെ പുറത്തൊരു പ്രഷർ ഉണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആ പിക്ചർ നോക്കുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും.
അപ്പോൾ ഇതിന് പ്രഷർ ചെയ്യുമ്പോൾ ഈ ടയറിൻ്റെ ഉള്ളിൽ എത്ര പ്രഷർ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യണത് ഈ അറ്റ്മോസ്ഫിയറിൽ ഇതിൻ്റെ പുറത്തുള്ള പ്രഷറിനെ വെച്ചുകൊണ്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഇതിലെത്ര പ്രഷർ ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെയാണ് ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ പ്രവർത്തനം നടക്കുന്നതാണ്. വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അപ്പോൾ അങ്ങനത്തെ ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ശരിക്കും ഒരു പ്രഷർ എന്ത് ചെയ്യണത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പ്രഷേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ ടു പാർട്സ്, രണ്ട് പാർട്സാണ് ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസറിൽ മെയിനായിട്ട് രണ്ട് പാർട്സ് ഉണ്ടാവുക. ഒന്ന് an elastic material which will deform when exposed to a pressurized medium, and another is an electric device which detects the deformation. അത് ഒരു ഇലക്ട്രിക് മീഡിയംസ് ഉണ്ടാവും, ഇലക്ട്രിക് ഡിവൈസ് ഉണ്ടാവും. എന്തിനാണ്? ഇതിനെ സിഗ്നൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഒരു ഡയഫ്രം, എക്സാമ്പിൾ പറയുന്നത് ഡയഫ്രം, അതിനാണ് എലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രഷർ വന്നിട്ട് ഒരു ഡയഫ്രത്തിൽ വെച്ചിട്ട് നമ്മുടെ സൗണ്ട് ബോക്സിലൊക്കെ നമുക്ക് മനസ്സിലാൻ പറ്റും. ഈ ഡയഫ്രത്തിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക, ചെക്ക് ചെയ്യുന്ന എന്ത് ചെയ്യുക, അടിക്കുക. ആ ഡെഫിനറ്റ് വന്നിട്ട് അടിക്കുമ്പോൾ ഈ എലാസ്റ്റിക് മെറ്റീരിയലാണ്, അതിനൊരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ പിന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്ക് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രഷർ ഡിവൈസിൽ എന്ത് ചെയ്യുന്നത്, ഇത് നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ എലാസ്റ്റിക് മെറ്റീരിയൽ എന്ത് ചെയ്യുക, പല ഷേപ്പിലും പല സൈസിലും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഈ സെൻസിങ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് അതിൻ്റെ റേഞ്ചൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ചെറിയ ഒരു രൂപം ചെറിയൊരു സെൻസിങ് ആവശ്യമുള്ളതാണെങ്കിൽ ചെറിയ മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. വലിയ എലാസ്റ്റിസിറ്റി വേണമെന്നില്ല. എന്നാൽ ഹൈ ഇതിലാണ് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നല്ല എലാസ്റ്റിസിറ്റി ഉള്ള നല്ല അതിൻ്റെ സൈസൊക്കെ മാറ്റി, അപ്പോൾ ഏത് സെൻസിങ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ എലാസ്റ്റിക് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാം, ഫോം ചെയ്യാൻ പറ്റും. അതിനാണ് സാധാരണ ഡയഫ്രം എന്ന് നമ്മൾ പറയാറുള്ളത്. മോസ്റ്റ് കോമൺ മെത്തേഡ് യൂട്ടിലൈസിങ് എലാസ്റ്റിക് മെറ്റീരിയൽ ഈസ് ടു ഫോം ഇൻ ടു ദി ഫ്ലെക്സിബിൾ മെംബ്രെയിൻ. ഒരു ഫ്ലെക്സിബിൾ മെംബ്രെയിൻ ഉണ്ടാകുക, അതിനാണ് ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, ആ ഡയഫ്രം ആയിട്ട് എന്ത് ചെയ്യുക, പിന്നൊരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഇവിടെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യുന്നു, ആ ഡയഫ്രമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ആ ഡയഫ്രത്തിൽ വരുന്ന ഒരു പ്രഷറോട് ഡയഫ്രം എന്ത് ചെയ്യും, എലാസ്റ്റിസിറ്റി ഉള്ള ഡയഫ്രം എന്നാൽ ഒരു എലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിലെന്ത് ചെയ്യും, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും, ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. എന്തൊക്കെ വെച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് ഇൻഡക്റ്റീവ് പ്രിൻസിപ്പിളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, അതിനെ ഇലക്ട്രിക് സിഗ്നൽസിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് ഏരിയയാണ് ഉണ്ടാകുക. ഒന്ന് ഡയഫ്രം ഒരു എലാസ്റ്റിക് മെറ്റീരിയലും, മറ്റൊന്ന് ഒരു ഇലക്ട്രിക് ഡിവൈസും ഉണ്ടാകും. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൻ്റെ ചെറിയൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സിമ്പിൾസ് കാണിച്ചാണ്. ഇവിടെ ഒരു പ്രഷർ സോഴ്സ് ഉണ്ട്. ഇതിവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പ്രഷർ ചെയ്യാണ് ഇതിന് പ്രഷർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിനുള്ളിൽ ഒരു പ്രഷർ വരും. ആ പ്രഷറിനെ ഇതിലൂടെ കടത്തി വിട്ടിട്ട് ഇതാണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും, ഒരു ഡയഫ്രം ഉണ്ടാവും. ഓക്കെ, ഒരു ഡയഫ്രം ഉണ്ടാവും. ഇത് ഇവിടുന്ന് വരുന്ന പ്രഷർ എന്ത് ചെയ്യും, ഈ ഡയഫ്രത്തിൽ വന്നിട്ട് ടച്ച് ചെയ്യും. ഓക്കെ, ഒരു പ്രഷറിന് വരുന്നത് പറഞ്ഞാൽ ഒരു എയർ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ ആ പ്രഷറിൽ ഡയഫ്രത്തിൽ നിന്ന് തട്ടുമ്പോൾ ആ ഡയഫ്രം എന്ത് ചെയ്യും, എലാസ്റ്റിസിറ്റി ഉള്ള മെറ്റീരിയലാണ്, അത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ വൈബ്രേഷൻ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് അതിനെ നേരെ നമ്മളെ അനലോഗ് സിഗ്നൽസ് ഇലക്ട്രിക് സിഗ്നൽസിലേക്ക് മാറ്റുന്നു. അതെന്ത് ചെയ്യും, ഈ അനലോഗ് സിഗ്നൽസ് ആക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, അതിനെ കാണിക്കുകയോ ചെയ്യാം. ഓക്കെ, അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ് എന്ത് ചെയ്യാണ്, ഒരു പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്നുള്ളത് പ്രഷറിനെ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വിത്ത് റെസ്പെക്ട് ടു അതർ എന്നുള്ളതാണ് അല്ലേ. വേറെ ഒന്നിനെ റെഫറൻസ് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ ഒരു പ്രഷർ നമ്മൾ എന്ത് ചെയ്യണത്, ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ there are 3 defined pressure references for measuring pressure. പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി 3 പ്രഷറിങ് റെഫറൻസസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് അബ്സല്യൂട്ട് മെഷർ, സെക്കൻഡ് വൺ ഈസ് ഗേജ് മെഷർ, തേർഡ് വൺ ഈസ് ഡിഫറൻഷ്യൽ മെഷർ. ഗേജ് മെഷറാണ് ഗേജ് പ്രഷറാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓൾറെഡി നമ്മൾ ടയറിൻ്റെ പ്രഷർ സെൻസ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത് വെച്ചിട്ടാണ്, മെഷർമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫറിക് പ്രഷർ അല്ലേ. അറ്റ്മോസ്ഫറിക് പ്രഷറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യണത്, ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാണെന്ത് ഗേജ് പ്രഷർ എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ഡിഫറൻഷ്യൽ പ്രഷർ, രണ്ട് പ്രഷറിന് ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള രണ്ട് പ്രഷറിന് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ലിക്വിഡ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ അത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു പ്രഷർ വരികയാണ്, മറ്റൊരു സൈഡിൽ നിന്ന് വേറൊരു പ്രഷറും വരാൻ വിചാരിക്കുക. അപ്പോൾ അത് രണ്ടും ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏതാണ് പ്രഷറിന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഒരേപോലെ തള്ളി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രഷർ ചിലപ്പോൾ 0 ആയിരിക്കും. ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോൾ കൂടുതൽ തള്ളുമ്പോൾ പ്രഷറിൽ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒന്ന് ഡിഫറൻഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. ആൻഡ് ഗേജ് പ്രഷർ പറഞ്ഞാൽ അറ്റ്മോസ്ഫിക് പ്രഷറുമായിട്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതിനെ കമ്പാരിസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടയറിൻ്റെ പ്രഷർ സെൻസ് ചെയ്യണം നമ്മൾ പറഞ്ഞു. ആൻഡ് അബ്സല്യൂട്ട് പ്രഷർ ആണെങ്കിൽ മെഷർമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു വാക്വം.
ഓക്കെ. വാക്വം ആയിട്ട് എന്ത് ചെയ്യും, നമ്മളൊരു ഡിവൈസ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു വാക്വം സ്പേസ് നമ്മൾ എന്ത് ചെയ്യും, ഒരു കാലി സ്പേസ് കൊടുക്കും. എന്നിട്ട് അവിടുത്തെ പ്രഷറിനനുസരിച്ച് എന്ത് ചെയ്യുക, ഇവിടുത്തെ പ്രഷറിനെ ചെക്ക് ചെയ്യുക. അതാണ് അബ്സല്യൂട്ട് പ്രഷർ എന്ന് പറഞ്ഞത്. ബാരോമെട്രിക് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്താണ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, വേറെ എക്സാമ്പിൾ കാണിച്ചാണ് ഇവിടെ. ഇത് ഡിഫറൻഷ്യൽ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡിഫറൻഷ്യൽ പ്രഷറിൻ്റെ ഒരു ചെക്കിംഗ് ആണ്. ഈ ഒരു ഭാഗത്തുനിന്ന് പ്രഷർ വരിക, ഈ ഭാഗത്തുനിന്ന് പ്രഷർ വരിക. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും പ്രഷർ വരുമ്പോൾ ഇത് രണ്ടിനും ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓയിൽ ഫില്ലിംഗ് ആണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ അതിന് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അറ്റ്മോസ്ഫിയർ പ്രഷർ വരുമ്പോൾ ഈ ഗേജ് പ്രഷറും ഈ അറ്റ്മോസ്ഫിയറിലെ പ്രഷറും നമ്മൾ ചെക്ക് ചെയ്യണത്. അബ്സല്യൂട്ട് പ്രഷർ ആണെങ്കിൽ ഇവിടെ ഉണ്ട് രണ്ട് ഏരിയ. ഈ ഒരു ഏരിയ എന്നുള്ള എന്താണ്, വാക്വം ഏരിയ ആണ്. അപ്പോൾ ഈ വാക്വം ഏരിയ, വാക്വം എന്ന് പറഞ്ഞിട്ടുള്ളൂ, ഈ വാക്വം ഏരിയനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഇതെന്ത് ചെയ്യുക, പ്രഷർ ചെക്ക് ചെയ്യുക. ഇതെന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ പറഞ്ഞാൽ ഈ ഒരു പാർട്ടാണുള്ളത്. ഇതും തമ്മിൽ ചെക്ക് ചെയ്യുന്നു. ഇവിടെ വാക്വം ഇത് തമ്മിലാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ആൻഡ് ടൈപ്സ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. പ്രഷർ ട്രാൻസ്ഡ്യൂസർ ഒരുപാട് തരത്തിലുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ബേസ്ഡ് ഓൺ ദർ ഡിസൈൻ. പല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, അതിൻ്റെ ഷേപ്പ്, സൈസ് ഒക്കെ ടെക്നോളജി, അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച ടെക്നോളജി ഒക്കെ മാറ്റം വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പല രൂപത്തിൽ ഈ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ടൈപ്സുകളുണ്ട്. എക്സാമ്പിൾസ് ആണ് സ്ട്രെയിൻ ഗേജ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ, കപ്പാസിറ്റൻസ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ, പൊട്ടൻഷ്യോമെട്രിക് പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആൻഡ് റെസൊണന്റ് വയർ പ്രഷർ ട്രാൻസ്ഡ്യൂസേഴ്സ്. സ്ട്രെയിൻ ഗേജ് എന്താണ്, കപ്പാസിറ്റൻസ് എന്താണെന്നൊക്കെ നമ്മൾ മുൻപിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, ദെൻ ഈ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ടിനനുസരിച്ച് ജനറലി അവൈലബിൾ വിത്ത് 4 ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ഔട്ട്പുട്ട്. 4 ടൈപ്പ് ഇലക്ട്രിക് ഔട്ട്പുട്ടാണ് ഈ പ്രഷർ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് കിട്ടുന്നത്. ഒന്ന് നമുക്ക് ഡിജിറ്റലി ആവാം, ഒന്ന് മില്ലി വോൾട്ടിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാവാം, ആംപ്ലിഫൈഡ് വോൾട്ടേജിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടാവാം, ആൻഡ് 420 MA എന്നുള്ള മില്ലി ആംപ്ലിഫൈഡ് വോൾട്ടിൽ എന്ത് ചെയ്യാം കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും. അപ്പോൾ 4 തരത്തിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിൻ്റെ സൈസും ബേസ്ഡ് സൈസ്, അതിനുള്ളിൽ ഉപയോഗിച്ച ടെക്നോളജി, ഷേപ്പിനൊക്കെ അനുസരിച്ച് കുറേ ടൈപ്പ് ഉണ്ട്. അതിന് എക്സാമ്പിൾ പറഞ്ഞ് എന്താണ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ എന്നുള്ള പറഞ്ഞ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, കൺസ്ട്രക്ഷൻ എന്താണ്. ഓക്കെ, താങ്ക് യു.